1989-90 കാലഘട്ടത്തിൽ പഴയൊരു സിനിമാ മാസികയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പത്മനാഭൻ സാർ പറയുന്നുണ്ട്, നമ്മുടെ ലാലേട്ടനെ മലയാള സിനിമ ഒരു ആക്ഷൻ ഹീറോ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഒരു നല്ല നടനെ നമ്മൾ ദുരുപയോഗപ്പെടുത്തുകയാണ്. ഇതിൻ്റെ അർത്ഥം ഒരിക്കലും പത്മനാഭൻ സാർ ഒരു ആക്ഷൻ സിനിമ വിരോധി ആയിരുന്നു എന്നല്ല, മറിച്ച് അതിനോടകം 4-5 സിനിമകൾ മാത്രം ഒന്നിച്ച് ചെയ്ത ഒരു ഡയറക്ടർക്ക് തൻ്റെ ആക്ടറുടെ ടാലൻറ്റ് ദുരുപയോഗപ്പെട്ടു പോകുമോ എന്ന് ഓർത്തുള്ളൊരു വേവലാതി ആയിരുന്നിരിക്കണം. ഇതേ ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഓവർപ്ലേ ചെയ്യാൻ ഏത് ആക്ടറിനെ കൊണ്ടും സാധിക്കും, ഇത്ര സ്മൂത്തായിട്ട് അണ്ടർപ്ലേ ചെയ്യുന്ന ഒരു ആക്ടർ ലാൽ മാത്രമേ ഉള്ളൂ. മുഴുവൻ വികാരങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് ഒരു മൊമെൻ്റ് അണ്ടർപ്ലേ ചെയ്യാൻ മറ്റാരേക്കാളും കഴിവ് ലാലിനാണ് കൂടുതൽ. മറ്റ് ആക്ടേഴ്സ് കുറച്ചൊന്ന് അഭിനയിക്കാനുള്ളൊരു വാസന പ്രകടിപ്പിക്കുമ്പോൾ ലാൽ അത് തീരെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യും. വളരെ ഇമോഷണലായ ഒരു മൊമെൻ്റ് പോലും. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒബ്സർവേഷനെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നീട് ലാലേട്ടനൊപ്പം പ്രവർത്തിച്ച പല സംവിധായകന്മാരും അഭിനേതാക്കളുമൊക്കെ പലപ്പോഴും പാടിപ്പുകഴ്ത്തിയ ഈ വസ്തുതകൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം പറഞ്ഞു പോയി. പലപ്പോഴും ലാലേട്ടനും പത്മനാഭൻ സാറും തമ്മിലുള്ള ഈ ഒരു ബോണ്ട് ഒരു സംവിധായകനും അയാളുടെ ആക്ടറും തമ്മിലുള്ള ബോണ്ടിനേക്കാളും ഒരു ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഒരു ഗുരു ശിഷ്യ ബന്ധമൊക്കെ പോലെ അത്രയേറെ മനോഹരമായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ച് ചെയ്യാനിരുന്ന ഒരു ഹിമാലയൻ യാത്ര.